അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അതിന്റെ അവസാനം എന്താ എഴുതിയെന്നറിയാമോ? ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ബൈബിളിൽ ദൈവം പ്രാർത്ഥന കേട്ടു എന്നും പറഞ്ഞിരിക്കുന്ന ഒരു 5-6 പ്രാർത്ഥനയേ ഉള്ളൂ. കേട്ടു എന്നും പറഞ്ഞിരിക്കുന്ന ഒരു 1-ാം തരം പ്രാർത്ഥനയാണിത്. അപ്പൊ ഇത് അന്ന് യാബസ് പ്രാർത്ഥിച്ചപ്പോ കേട്ടെങ്കിൽ, മോനെ മോളെ നീ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇത് കേൾക്കും. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മാതാപിതാക്കൾ കെട്ടിയ വേലിക്കകത്ത് ഞാൻ പറയുന്നത് അനുസരണക്കേട് കാണിക്കണമെന്നല്ല, മറിച്ച് മാതാപിതാക്കള് നിങ്ങൾക്കൊരു വേലി കിട്ടിയിട്ടുണ്ട്. അതായത് നീ ഇത്രയേ ഉള്ളൂ. ടീച്ചേഴ്സ് നിനക്കൊരു വേലി കിട്ടിയിട്ടുണ്ട്, നീ ഇത്രയേ ഉള്ളൂ. നിന്റെ പള്ളിയിലുള്ള നിന്റെ സഹപാഠികള്, നിന്റെ കൂട്ടുകാര് നിനക്കൊരു വേലി കിട്ടിയിട്ടുണ്ട്, നീ ഇത്രയേ ഉള്ളൂ. എന്നാൽ ദൈവം പറയുന്നത് നിനക്ക് ഒരു വേലി